من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. يا رب സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഈദ് കൂടി കടന്നു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ ഒരു മഹനീയമായ സന്തോഷ ദിനത്തിൽ ഈ മഹനീയ തസ്ബീഹ് എന്ന നിലക്ക് വ്യക്തിപരമായി നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ഈദ് ആശംസിക്കുകയാണ്. അല്ലാഹു നമ്മളിൽ നിന്നെല്ലാം എല്ലാ ഇബാദത്തുകളും ഉന്നതമായ പ്രതിഫലം നൽകി കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ മഹത്വമാണ് എല്ലായിടത്തും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് വലിയവരില്ലാത്ത വിധം ഏറ്റവും വലുതാണ് നമ്മുടെ റബ്ബ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ത്യാഗസ്മരണകൾ അയവിറക്കുന്ന സുദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തി നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മലയാള ഭാഷയിൽ പറയാറുള്ളത് അയാളൊരു സംഭവമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ, ഒരു നബിയെ പരിചയപ്പെടുത്തുകയാണ്. അതെന്റെ കൂട്ടുകാരനാണ് ഖലീലുല്ലാഹ്. അതുവഴിയായിട്ട് അല്ലാഹു അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഇബ്രാഹിം അദ്ദേഹം ഒരു സമുദായമാണ്. അത്രയും പാഠങ്ങൾ വിലപ്പെട്ടവരെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനാണ്. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ, ഒരു പ്രശ്നക്കാരന്റെ പ്രായത്തിൽ തന്നെ അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആദ്യമായി തന്റെ വീട്ടിൽ ബിംബങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിച്ച് അത് വിൽപ്പന നടത്തി ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട പിതാവിനോട് എന്റെ പ്രിയപ്പെട്ട പിതാവ്, നിങ്ങൾ ഈ ആരാധിക്കുന്ന ഈ ബിംബം കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, ഒന്നും അറിയാത്ത, ഒരു മറുപടിയും തരാൻ കഴിയാത്ത, ഒരു പരിഹാരവും നേടാൻ കഴിയാത്ത ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നത് അപകടമാണ്. എനിക്ക് അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യഘോഷമാണ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിതാവേ, നിങ്ങൾ ഈ ശൈത്താനെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മുക്തരാകണമെന്ന് പറഞ്ഞ് ആ പിതാവിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് പണിക്കേണ്ടി വന്നു. അദ്ദേഹത്തോട് ഈ രീതിയുമായി വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കണ്ടറിയുമെന്ന് പറയുന്ന അവസ്ഥയിലാണ്. അത്രത്തോളം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പ്രയാസങ്ങളുണ്ടായി. ആ ഒരു പ്രബോധനത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾക്ക് തുടക്കമായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു മകൻ സ്വന്തം ബാപ്പനോടാണ്, ബാപ്പ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കല്ലേ,
അത് നിങ്ങൾ നരകത്തിലേക്ക് ഉണ്ടാക്കും, നരകത്തിലേക്ക് എത്തിക്കും. അത് പിശാചിൽ നിന്നുള്ള പ്രേരണയാണ്. അത് നിങ്ങൾ പെട്ടുപോകരുത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈദിന്റെ ത്യാഗത്തിന്റെ സ്മരണ സമയത്തിൽ വലിയ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കേട്ട് അനുഭവമുള്ള സമയത്തിൽ ആ പ്രവാചകനെ പ്രകീർത്തിച്ച ത്യാഗങ്ങൾ, ആ പ്രബോധകൻ ഒരു പ്രബോധകൻ എന്ന നിലയിൽ ആ പ്രവാചകൻ ഈ നേരിടുന്ന പ്രയാസങ്ങൾ, അതുപോലെ വല്ല പ്രയാസവും ഒരു മുസ്ലിമായി ജീവിച്ചതിന്റെ പേരിൽ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ പരിശോധന. അദ്ദേഹത്തിനുണ്ടായ ത്യാഗങ്ങൾ നമുക്ക് വേണ്ട. ജീവിതത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നിടത്ത് പാലിക്കാൻ വേണ്ടി വളരെ ത്യാഗവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നതാണ് ഇത്തരണത്തിൽ നമ്മൾ നോക്കേണ്ടത്. മഹത്തായ ഒരു ആവശ്യം നമുക്കറിയാം. അല്ലാഹുവാണ് നമ്മെ എല്ലാവരും ശിക്ഷിച്ചതെന്നും ഏതൊരു പ്രകൃതി പ്രതിഭാസങ്ങളും ദുരന്തങ്ങളും വരുന്ന സമയത്ത് നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ സൃഷ്ടികളാണെന്നും മനുഷ്യരെ നിങ്ങൾ ദുർബലരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യ ദൈവങ്ങളെ അടക്കമുള്ള ആളുകൾ ആരാധിക്കുന്ന ആളുകൾ പ്രകൃതി ദുരന്തങ്ങളും പ്രതിഭാസങ്ങളും സുനാമികളും ഈ പറഞ്ഞ രീതിയിലുള്ള കുത്തൊഴിഞ്ഞു വരുന്ന വലിയ ഭൂകമ്പങ്ങളും വലിയ വെള്ളക്കെട്ടുകളും കണ്ടിട്ട് ഈ ദൈവങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാം. എന്നിട്ട് പോലും സൃഷ്ടാവായ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുന്നിടത്ത് പിഴച്ചു പോകുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്നതാണ് സങ്കടം. ഇനി നമ്മളുടെ ആവശ്യം നമുക്കറിയാം. മഹത്തായ ഒരു ഐശ്വര്യമുള്ള പ്രധാനമുള്ളൊരു മതക്കൂട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, പല ആളുകളും ജീവിക്കുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ നിസായിലെ 143-ാമത്തെ ആയത്ത് 143 ആ ആയത്തിൽ അല്ലാഹു പറയുന്നത് അക്കൂട്ടരിലേക്കും ഇക്കൂട്ടരിലേക്കുമായി ചേർന്നിരിക്കുന്ന ഒരു വിഭാഗമാണ്. നമുക്ക് അല്ലാതെ ആളുകളുടെ കൂടെ എത്തിയാൽ അവർ മുസ്ലിങ്ങളായിട്ട് ജീവിക്കും. പള്ളിയിലേക്ക് ഒരുപാട് മുസ്ലിങ്ങളാണ്, മദ്രസയിലേക്ക് ഒരുപാട് മുസ്ലിങ്ങളാണ്. വേഷത്തിലും കോലത്തിലും സംസാരത്തിലും അവർ അകമണവരാണ്. എന്നാൽ അവർ ആ കുട്ടത്തിലേക്ക് പോകും. എന്നിട്ട് അതേ വിഭാഗം അല്ലാഹുവിനെ മറന്ന ചെറ്റുകളെ മറന്ന ഏതെങ്കിലും സംഗമത്തിലേക്കോ വിവാഹത്തിലേക്കോ പോകുമ്പോൾ അവരോട് ചേരുന്നു. നിങ്ങൾ ആലോചിച്ചു, എന്റെ മുഖത്ത് കേൾക്കുന്ന പറയുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള ഒരു സമൂഹം എത്രയത്. എല്ലാ ആൾക്കാരോടും ജയിക്കണം, എല്ലാവരോടും ചെയ്യാം, എല്ലാ കൂട്ടാട്ടമുള്ളിടത്ത് പോയി അവരോട് കൊണ്ടുപോകുക. ഈ പറഞ്ഞ വിവാദത്തുമായി നിൽക്കുന്ന സമയത്ത് അവിടെ എത്തിയാൽ വിവാദത്തിന്റെ പ്രയോഗം ചെയ്യാം. നമസ്കരിക്കാത്തവരോടൊപ്പം നടക്കുമ്പോൾ നമസ്കരിക്കാതെ അന്നത്തെ ദിവസം പോകുക. നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അയാൾക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കുക. എല്ലാവരും ചേരുന്ന വിഭാഗമായിട്ട് കൂട്ടത്തിലേക്കുമില്ല, അക്കൂട്ടത്തിലേക്കുമില്ല. ഇങ്ങനെ ആവശ്യം കൊണ്ടുപോകുന്ന ഒരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആരെ ഏതൊരുവരെ അല്ലാഹു വഴിപിഴപ്പിക്കുന്നുവോ അവനെ നിങ്ങൾക്ക് ഒരാൾക്കും തന്നെ ഒരു സന്മാർഗം അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താ പറയുന്നത്. ഇങ്ങനെ രണ്ട് കൂട്ടത്തിലേക്ക് ചാഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വഴിതിരിച്ചു വിടേണ്ടതുണ്ട്, യൂട്ടേൺ അടിക്കേണ്ടതുണ്ട്. എല്ലാവരും നമ്മൾ റബ്ബിനടുത്ത് പറയാൻ കഴിയണം. ഇത്തരം കുട്ടികളെ നമ്മൾ അല്ലാഹുവിനെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ നാളെ ഒരിക്കലും നടത്തു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിലകപ്പെട്ട സമയത്ത് ജയിൽ പുള്ളികളോട് ചോദിച്ച ചോദ്യം ഓർമ്മയില്ലേ? ഒരുപാട് ഇലാഹുകളെ ആരാധിക്കുന്നതിനാണോ ശുദ്ധിയുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പാനെ തൗഹീദ് പറഞ്ഞു, നിന്നെ കല്ലെറിയുമെന്ന് പറഞ്ഞു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആൻ പറയുന്നു. അല്ലാഹുവിനെ പറ്റി പറഞ്ഞു, നിന്നെ കല്ലെറിയുമെന്ന് പറഞ്ഞു. സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ സമുദായം കല്ലെറിയുമെന്ന് പറഞ്ഞു. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ സമുദായം കല്ലെറിയുമെന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സമുദായം അക്ഷരാർത്ഥത്തിൽ കല്ലെറിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ സമുദായത്തെ പഠിപ്പിക്കാൻ തുടങ്ങിയതിന്റെ പേരിൽ രണ്ട് പ്രിയപ്പെട്ട രണ്ട് പെൺകുട്ടിമാരെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചപ്പോൾ റസൂലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും ഓർമ്മയിലേക്ക് ചെയ്യണം. അത്രത്തോളം നഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് അല്ലാഹുവിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു ആളുകൾ. ഇനിയോ നമ്മൾക്ക് വിചാരങ്ങളല്ലോ അല്ലാഹുവിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ ഒരു വിഭാഗം വലിയമാർ, ഒരു വിഭാഗം ഇമാമുകൾ, ഖതീബുമാർ. നമ്മളൊക്കെ കച്ചവടമായിട്ട് ഇങ്ങനെ പോവുക. കുട്ടിയെ
പോവുക, അടിച്ചു കൊടുക്കുക, പള്ളിയിൽ വല്ലതും കൊടുക്കുക, എന്നിട്ട് നമ്മുടെ കൈയായിട്ട് പോകാന്നാണ് എല്ലാവരും വിചാരിച്ചത്. പ്രിയപ്പെട്ടവരെ, തിരിച്ചു ഞാൻ പറയുകയാണ്, ആർക്കെങ്കിലും പ്രവാചകന്മാരും ഈ സഹാബാക്കളും വെറും ദീനം പറഞ്ഞിങ്ങനെ നടന്നതാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിടണമെന്ന ചിന്തയിൽ ഇമാം അബൂ ഹനീഫ ജൗളിക്കടയിലെ കച്ചവടക്കാരനായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊല്ലപ്പണിക്കാരനായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആശാരിപ്പണിയെടുത്ത പ്രവാചകനായിരുന്നു. അമ്പിയാക്കൾ അധികവും ആടുകളായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഉസ്താദുമാർ, ഇന്നത്തെ സമുദായത്തെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ, ഇന്നത്തെ കോടികളുടെ പ്രോപ്പർട്ടീസുകൾ കൈമുതലാക്കി വെച്ച ഏതൊരു രാഷ്ട്രീയക്കാരനായാലും ശരി, ഏതൊരു ഈ പറഞ്ഞ പൗരോഹിത്യമാണെങ്കിലും ശരി, ഇന്നവരെ പണിക്ക് പോകാത്തവര്, ഞാൻ ആവർത്തിച്ചു പറയാൻ, പണിക്ക് പോകാതെ എങ്ങനെയാണ് അവർക്ക് പ്രോപ്പർട്ടികൾ വരുന്നത് എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ, കുറെ ആളുകൾ ഔലിയാക്കൾ ഭരിക്കണം. ഔലിയാക്കൾ യഥാർത്ഥ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഒന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനേക്കാൾ വലിയ ഒരു ഔലിയ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ബന്ധപ്പെട്ടവരെ ലോകത്തില്ല. നമ്മുടെ വിഷയം അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളിലേക്ക് വന്നു. ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസം നോക്കും. ഉമർ ഇബ്നു ഖത്താബ് മറ്റൊരു ഔലിയെ ആളുകളിലേക്ക് വേഷം മാറിയിരുന്നു. ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം എന്ന് ചോദിച്ചതിനും വേഷം മാറി ചെന്ന് ആളുകളുടെ ജീവിതത്തിന്റെ ശൈലിയെ പരിശോധിച്ച് ആളുകൾക്കുള്ള പ്രയാസത്തെ അറിഞ്ഞെടുത്ത് അതിനുള്ള പരിഹാരം നൽകി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരൊറ്റക്കുട്ടി വെള്ളം കിട്ടാതെ പോയാൽ ഖലീഫയുടെ നിലയ്ക്ക് പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുന്നത് വൈകാരികമായി ചിന്തിച്ച ഉമർ ഇബ്നു ഖത്താബ് വലിയ ഔലിയായിരുന്നു. നമ്മളോ മുക്കത്തെ തങ്ങളെ തേടി അങ്ങോട്ട് പോകണം, മുക്കത്തെ തങ്ങളെ ഇങ്ങോട്ട് വരാനില്ല. ഒരു ശൈഖും ഒരു നിലയിൽ നിന്നും പാവപ്പെട്ട മുസൽമാന്റെ വീടുകളിലേക്ക് വരാനില്ല. നമ്മൾ അങ്ങോട്ട് പോകണം, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അവരാരും ഇങ്ങോട്ട് തരാറില്ല. ഞാൻ അത്രയേക്ക് പറയുകയാണ്, ഒരൗലിയയും നമുക്ക് ഇങ്ങോട്ട് തരാറില്ല. ഒരു പൗരോഹിത്യ ഉസ്താദുമാരും നമുക്ക് ഇങ്ങോട്ട് തരാറില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. എന്തിനാവശ്യപ്പെട്ടവരെ അങ്ങനെ ഒരു സമുദായമായി നമ്മൾ മാറുന്നിടത്താണ് അള്ളാഹുവിനെ ചെയ്യുന്ന ഒരുക്കത്തെ നമ്മൾ മറക്കേണ്ട അവസ്ഥയില്ലാതെ പ്രാർത്ഥിക്കുന്നത് പോലും അള്ളാഹുവിനോട് നേരിട്ട് വേണ്ട, അതിനിടയിലൊരാൾ നല്ലതാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എന്തിനാണ് നമ്മൾ അങ്ങനെ അപകടിക്കുന്നത് എന്ന് ആലോചിക്കേണ്ട ദിവസമാണ് പ്രിയപ്പെട്ടവരെ എന്ന്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എത്ര സൗഭാഗ്യവാന്മാരാണ്, നമ്മൾ എത്ര സന്തോഷിക്കേണ്ടവരാണ്. സന്തോഷം കൊണ്ട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ കിടക്കേണ്ട മുസ്ലിങ്ങളാണ് നമ്മൾ. ഗസയിൽ, ഫലസ്തീനിലെ ഗസയിൽ അറിയുമോ നിങ്ങൾക്ക്? അവർ വിലപിക്കുന്നത് വീടില്ലാഞ്ഞിട്ടല്ല, അവർ വിലപിക്കുന്നത് കത്തിരില്ലാഞ്ഞിട്ടല്ല, അവർ വിലപിക്കുന്നത് ഗുണവസ്ത്രം കിട്ടാഞ്ഞിട്ടല്ല, അവർ വിലപിക്കുന്നത് വാർത്തകളില്ലാഞ്ഞിട്ടല്ല, അവരെന്നെ വിലപിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ്. പാവപ്പെട്ട ചെറുപ്പക്കാരായ പിഞ്ചോദരകൾ, എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയാണ്. അമുസ്ലിങ്ങളുടെ കുഞ്ഞുങ്ങൾ വരെ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘോഷിച്ച ചെറുപ്രായക്കാരായ പിഞ്ചോദരകൾ ദാഹിച്ചു വലഞ്ഞ് വിശന്നിട്ട് പെട്ടെന്ന് മരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ ഗസയിലുള്ളത്. ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, സഹിക്കാതെ കടലോരത്തെ കോടി പച്ച ആമയുടെ പുറംതലി അതിനുള്ളിലുള്ള പച്ചമാംസം തിന്നുന്ന ഗതികളിലാണ് നമ്മൾ വിശ്വസിച്ചുണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുഭിക്ഷതയുടെ ലോകത്താണ്. ഇന്നും നാളെയും മറ്റന്നാളെയും അയ്യാമത്തെ ശരീരം യോവനാളും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഭിക്ഷമായി ഭക്ഷിക്കേണ്ട ദിവസമാണ് അയ്യാമത്തെ ശരീരം എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മൾ ഫ്രീസറിൽ വെച്ച് 2-3 ദിവസം എടുത്തു വെച്ച് ബീഫ് കഴിക്കുന്നതിന് പകരം അന്നത്തെ മക്കത്തെ ആദികൾ മാംസങ്ങൾ ചുട്ടുപഴുപ്പിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടായിരുന്നു സൂക്ഷിക്കാറുള്ളത്. അങ്ങനെ ഉണക്കുന്ന ദിനങ്ങളിലാണ് അയ്യാമത്തെ ശരീരം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് സുഭിക്ഷതയുടെ ലോകത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഗസയിലെ മക്കളെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കാൻ പാടില്ല. പട്ടിണി കിട്ടി കൊല്ലാനാണ് ഓരോരുത്തരും നിലയ്ക്ക് വിശന്ന് മരിച്ച് അവിടെ പുതിയൊരു സംവിധാനം വരണം, അവിടെ പുതിയൊരു ആരാധനാ സിസ്റ്റം വരണം, പുതിയൊരു മതങ്ങൾ വരണം, പുതിയൊരു വിഷമങ്ങൾ വരണം എന്നതാണ് പ്ലാൻ. അതുകൊണ്ട് ഗസയിലെ പിഞ്ചോദരങ്ങളെ വിശപ്പിന് ഭക്ഷണമില്ലാതെ പാനീയമില്ലാതെ കൊന്നെടുക്കാൻ പ്രേരിട്ടവരെ നിങ്ങൾ തള്ളാന്റെ ശാപം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കേണ്ടിടത്തേക്ക് അല്ലാഹുവിന്റെ സഹാബത്ത് ചോദിച്ചില്ലേ, മതാ നസ്റുല്ലാഹ് അലാ നസ്റുല്ലാഹി ഖരീബ്, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉള്ളതായി ചോദിക്കുന്നിടത്തേക്ക് ഗസയിലെ മുസ്ലിം സഹോദരങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണമെന്നല്ല
എല്ലാവരും അതാ അള്ളാഹുവിന്റെ ആ സഹായം തൊട്ടടുത്തെത്തും. ഈ കാവാലികൾ നാപ്പതിനെട്ട് കിട്ടാതെ ചോദിക്കുമ്പോൾ പുഞ്ചിരിയുടെ രോമാഞ്ചത്തിന്റെ സന്തോഷത്തിന്റെ ഉൾക്കടലിൽ സൃഷ്ടിച്ച് ഗസയിലെ പുഞ്ചോമനകൾ സ്വർഗത്തിന്റെ ദേവാലയങ്ങളിൽ ഉന്നത സോപാനങ്ങളിൽ വിലപിക്കുന്നത് നമുക്ക് കാണാൻ അള്ളാഹു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ഈദിന്റെ മുസല്ലയിൽ ഇരിക്കുന്ന ഓരോ മുസൽമാനോടും, മുന്നിലത്തെ സ്വപ്നിരിക്കുന്ന ആളുകളോടും പിന്നിലത്തെ സ്വപ്നിരിക്കുന്ന സ്ത്രീകളോടും ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഇബാദത്തുകളിൽ സജീവമായി, സാമ്പത്തികമായ ധർമ്മങ്ങളിൽ സജീവമായി, നോമ്പുകളിൽ സജീവമായി, ഉദയത്തിലും അച്ഛനും സജീവമായി മുന്നോട്ട് നയിക്കുന്ന സഹോദരങ്ങളെ, കുടുംബക്കാരുമായിട്ട് ബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും ഈ മുസല്ലയിൽ നിന്ന് അയാൾ ഇവിടെ എഴുന്നേറ്റ് പോകുന്നത് ആ ബന്ധം ചേർക്കാനായി പോകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ നിന്ന് പറഞ്ഞത്, മലക്കുകളുടെ മലായികത്തുകളുടെ അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ഈ സദസ്സിൽ കുടുംബബന്ധം വിച്ഛേദിച്ച ഒരുത്തരുണ്ടെങ്കിൽ ആ മലക്കുകളുടെ സ്പർശനവും സന്ദർശനവും സാന്നിധ്യവും ഈ സദസ്സിൽ ഇല്ലാതാകും. അതുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന കൂട്ടത്തിലാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് കുടുംബബന്ധം നമ്മൾ ചേർക്കുക. പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾക്ക് സ്വർഗം വേണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ? ആണുങ്ങൾക്ക് ഒരുപാട് ലഭിക്കുന്നില്ല. 5 നേരം കൃത്യമായി നമസ്കരിക്കുക. നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ സ്നേഹിക്കുക, ആദരിക്കുക, അനുസരിക്കുക. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. മക്കളുള്ള മാതാപിതാക്കളിൽ മാതാവിന്റെ ഡ്യൂട്ടി വരാൻ സംശയമില്ല, അവരെ വിചാരിക്കേണ്ടില്ല. പക്ഷേ മാതാവിന്റെ ഡ്യൂട്ടി മക്കൾ വലുതാകുന്നതോടുകൂടി കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. മാതാവിന്റെ ഡ്യൂട്ടി മക്കൾ വലുതാകുന്നതോടുകൂടി ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാം. പിതാവിന്റെ ഡ്യൂട്ടി മക്കൾ വലുതാകുന്നതോടുകൂടി അധികമാകുന്നത് നിങ്ങൾക്ക് കാണാം. അവർക്ക് തീരുമാനം വേണം, അവർക്ക് അധ്വാനം വേണം, അവർക്ക് ഉത്തരവാദിത്വം അധികമാണ്, അവർക്ക് സെക്യൂരിറ്റി അധികം ആവശ്യമാണ്, അവർക്ക് പ്രാർത്ഥന അധികമാകുകയാണ്, ആരാധന അധികമാകുകയാണ്, ആരോഗ്യം ആവശ്യം വരികയാണ്. പിതാക്കന്മാരെ പോയിട്ട് പൂജിക്കാൻ മാത്രം നന്ദി കാണിക്കേണ്ടവരാണ് സ്ത്രീകളെ ഭർത്താക്കന്മാർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ലോകത്താരെങ്കിലും മുമ്പിൽ ഭാര്യമാരെ നിങ്ങൾക്ക് സുജൂദ് അനുവദിക്കുമായിരുന്നെങ്കിൽ ഭർത്താക്കന്മാരുടെ മുമ്പിലായിരുന്നു സുജൂദ് അനുവദിക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനിയോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭർത്താക്കന്മാരുടെ വിലയും മൂല്യവും തിരിച്ചറിയാത്ത ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ അയൽപക്കത്തോ ഉള്ള വിധവയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക, ഭർത്താവിന്റെ കാലത്തുള്ള നിന്റെ സെക്യൂരിറ്റി, ഭർത്താവിന്റെ കാലത്തുള്ള നിന്റെ സേഫ്റ്റി, ഭർത്താവിന്റെ കാലത്തുള്ള നിന്റെ ജീവിതവും ഇപ്പോഴും എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് അവരവന്റെ കൂടെ ജീവിക്കുന്ന ഉണങ്ങിയ വരുമാനങ്ങളുള്ള ആരോഗ്യങ്ങളുമുള്ള രോഗിയായ കിടപ്പിലായി കിടക്കുന്ന ഒരു ഭർത്താവെങ്കിലും ആവശ്യമാണെന്ന് തിരിച്ചറിയാൻ ഭാര്യമാരെ നിങ്ങൾക്ക് വിധവകളുടെ അടുത്തേക്ക് പോകേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഭാര്യമാർക്ക് തടയാവുക, അവരുടെ എല്ലാ പോരായ്മകളും മറച്ചു വയ്ക്കാൻ നമുക്ക് കഴിയണം. അവരുടെ പോരായ്മകളിൽ അവർക്ക് സ്നേഹബുദ്ധ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന നല്ല ഭർത്താവാകാൻ നമുക്ക് സാധിക്കണം. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബുദ്ധിമാനായ ഒരു രാജാവായി ഭർത്താവ് മാറണം. അതോടൊപ്പം അയൽവാസികളോട് പ്രിയപ്പെട്ടവരെ, നല്ല ആവശ്യമുള്ള നമ്മൾ അയൽവാസികളോട് നല്ല മര്യാദയിൽ പെരുമാറണം. സാമ്പത്തികമായി ജീവിതത്തിൽ മുന്നോട്ട് ലഭിക്കുന്ന നമ്മൾ സാമ്പത്തികമായ സൂക്ഷ്മതയോടെ ലഹരിയുമായി ഉപയോഗിക്കുന്ന ലഹരിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൗമാരങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മീറ്റിംഗുകളിൽ, കൗമാരങ്ങളുടെ മതസംഘടനകൾ നടത്തുന്ന പരിപാടികളിൽ, കൗമാരങ്ങളുടെ കല്യാണ സംഘടനകളിൽ, കൗമാരങ്ങളുടെ ഫാമിലി ടൂറുകളിൽ, കൗമാരങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൗമാരങ്ങളുടെ അവരുടെ സാന്നിധ്യത്തിൽ എന്തിനാണ് നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചെലപ്പിക്കുന്നത്? അതുകൊണ്ട് ഫാമിലികളിൽ നമ്മുടെ കൗമാരത്തിന്റെ നമ്പറുകൾ മുന്നിൽ വേണം. അവരുടെ റീപ്ലൈകൾ ഉടനെ വരുന്ന അവസ്ഥയിലാകും. അവർക്ക് മൊബൈലിൽ ആയിട്ടില്ല, അവർ ഓൺലൈനിൽ ആയിട്ടില്ല, അവർ മറ്റൊരു സ്ഥലത്ത് വിരയിക്കുകയാണ്, അവർ മറ്റൊരു സ്ഥലത്ത് വിരയിക്കുകയാണ്. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിനെ തപ്പുന്ന തരത്തിലല്ല നമ്മുടെ കൗമാരം. മറിച്ച് ലിബറലിസത്തിന്റെ, അതേപോലെ തന്നെ മതവിശേഷികളുടെ, മതവിലാസക്കാരുടെ, മതത്തിൽ നിന്ന് മക്കളെ വ്യതിചലിപ്പിക്കുന്ന ലഹരി കച്ചവടക്കാരുടെ അവരുടെ ഗ്രൂപ്പുകളിൽ സജീവമാവുകയാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കല്ലവരോടെ വിശ്വസിക്കുക. അതോടൊപ്പം മരണങ്ങളുടെ നിമിഷമാണ് കടക്കമിടിക്കാനായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മറന്നു പോകാൻ പാടില്ല. നിങ്ങൾക്കറിയുമോ
കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ക്ലാസ്സിലെത്തായ ഒരു സഹോദരൻ ഞായറാഴ്ച രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് നമസ്കരിച്ച് അവർക്ക് അന്നത്തെ ഇസ്ലാം പഠിപ്പിക്കാത്ത പാലികാച്ച ചർമ്മമൊക്കെ നടത്തി എന്തായാലും ശരി അതൊക്കെ നടത്തി ചായ കുടിച്ച് ഞായറാഴ്ച വൈകുന്നേരം ആളുകൾക്കുള്ള റിസപ്ഷനാണ്. ഈ രാവിലെ ഈ ഭക്ഷണം ഈ പാലികാച്ച കഴിഞ്ഞ് ചായ കുടിച്ച് ഞാനൊരു വിശ്രമിക്കട്ടെ പറഞ്ഞ് സന്തോഷാദിക്കാൻ കിടന്ന മനുഷ്യൻ അവന്റെ പിതാവിന്റെ എന്റെ സഹോദരന്റെ മകൾ വഴിയാണ് അവിടെ റൂമിലേക്ക് ചെന്നപ്പോ തട്ടിൽ നിന്ന് താഴെയാകട്ടെ വാപ്പ മരിച്ചു കിടക്കുകയാണ്. വൈകുന്നേരത്തെ പരിപാടി ആ മനുഷ്യനെ അറിയപ്പെട്ടവര് രാവിലത്തെ പുറത്തുള്ളിൽ കുടുംബക്കാരോടൊപ്പം വീടുകൂടിയ ആ മനുഷ്യൻ വൈകുന്നേരത്തെ റിസപ്ഷനിലേക്ക് കടന്നു വന്ന നൂറുകണക്കിന് ആളുകൾ ആ മനുഷ്യന്റെ ജനാസ നമസ്കരിച്ച് തിരിച്ചു പോകുന്ന കാഴ്ച എന്റെ നാട്ടിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്നതാണ്. നിങ്ങൾക്കുണ്ടാകും ഇതുപോലെ പറയാൻ കല്യാണ വീടുകളിൽ സന്തോഷത്തിന്റെ തൊഴിലുകൾ നടക്കുന്ന സമയത്ത് ബാപ്പ മരിച്ചൊരു കഥ, ബാപ്പ മരിച്ചൊരു സംഭവം കഴിഞ്ഞ വർഷം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ റമദാനിൽ വസ്ത്രമെല്ലാം സെറ്റാക്കി പെരുന്നാളിന് വീട്ടിലേക്ക് പോകുന്ന ആ ടേക്കിനിടയിൽ മരണപ്പെട്ടത് നമ്മൾ കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, മരണം ഏത് നിമിഷവും നമ്മുടെ കയ്യിലേക്ക് വരും. മരണത്തെ ഒരാൾക്കും തടുക്കാൻ സാധിക്കുകയില്ല. ആ മരിക്കുന്ന സമയത്ത് മരണാശയിൽ കിടക്കുന്ന സമയത്ത് നന്നാവുന്നത് നമുക്കൊണ്ട് കഴിയാത്തതാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഉണ്ടാകണം. നിങ്ങളുടെ സ്വത്തുക്കാരൊക്കെ നിങ്ങളുടെ മക്കളാകട്ടെ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. ആളുകൾ ഓടുകയാണ്. ബാംഗ്ലൂരിൽ ജീവിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യം ഭൗതികതയിൽ ഏറ്റവും വലിയ സുഭദ്രത ഉണ്ടാക്കുക എന്നുള്ളത്. മക്കൾ നാളെ പട്ടിണിയാകുന്ന നല്ല ചിന്തയാണ്. ഫാമിലിയിൽ നല്ല സെറ്റപ്പ് വേണമെന്നുള്ള നല്ല ആഗ്രഹമാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് ആ അവരുടെ കച്ചവടങ്ങളോ വ്യവഹാരങ്ങളോ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവർക്ക് തടസ്സമില്ലാതെ പറഞ്ഞ വിഭാഗത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകും. അതേപോലെ തന്നെ സ്ത്രീകളെ ഏറ്റവും നല്ല പെണ്ണ് അനുസരണയുള്ള പെണ്ണാണ്, ഒപ്പം സൂക്ഷിക്കുന്ന പെണ്ണാണ്, എല്ലാം സൂക്ഷിക്കുന്ന പെണ്ണാണ്. അങ്ങനെയുള്ള പെണ്ണാകാൻ നമ്മുടെ സഹോദരിമാർക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷശീലമാണുണ്ട്. എല്ലാവരും പരസ്പരം ആശംസിക്കുക, കുടുംബത്തിലേക്ക് എല്ലാം വിളിക്കുക. കുടുംബ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ അന്വേഷണവും ആശംസകളും തുറന്നിട്ടിട്ട് മിണ്ടാകുന്ന ആളുകൾ നിങ്ങളുടെ അസലാണ് ആലോചിക്കുന്നത്. ആദ്യത്തെ മെസ്സേജായി അയാളിലേക്ക് പോട്ടെ. മറ്റൊന്നും നിങ്ങൾ ആലോചിക്കുക. നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ വഞ്ചിച്ചിട്ടുണ്ടാവാം, നിങ്ങളെ പൊട്ടനാക്കിയിട്ടുണ്ടാവാം, നിങ്ങളെ ചതിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ ഭാര്യയെ ആക്രമിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ മകളെ ആക്രമിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ മകളെ വിളിച്ചോടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകാം. ഏതേലും പുസ്തകങ്ങൾ വന്നാലും ശരി, അവർക്കെല്ലാം മാപ്പ് കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ മക്കയുടെ മരുഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പുത്രനെ കടിച്ചു കൊന്നു കഴിഞ്ഞ പൊന്ന് കശാപ്പാക്കിക്കവർക്ക് പോലും മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വാക്ക് വിശാലമായ വാപ്പാക്കി മാറ്റണം. നമ്മളെല്ലാവരും ക്ഷമിച്ചും സാന്നിധ്യം ജീവിക്കുന്ന ഉദാത്തമായ ഒരു സമുദായത്തിലെ കണ്ണിയായി മാറാൻ നമുക്ക് കഴിയണം. നമ്മളുടെ സംസാര ശൈലിയും നമ്മളുടെ ജീവിത രീതിയും കണ്ടുപഠിച്ച് വളരുന്നവരാണ് നമ്മുടെ മക്കൾ. അവരുടെ റോൾ മോഡൽ നമ്മളാണ്. അവർ നമസ്കരിക്കണമെങ്കിൽ നമ്മൾ നമസ്കരിക്കണം. അവർ സിനിമ കാണാതിരിക്കണമെങ്കിൽ നമ്മൾ സിനിമ കാണാതിരിക്കണം. അവർ പുകവലിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പുകവലിക്കാതിരിക്കണം. അവർ മ്യൂസിക് കേൾക്കാതിരിക്കണം. നിനക്കറിയുമോ, ഷാർജയിൽ 2 വർഷം മുമ്പ് പുതുവയിൽ മ്യൂസിക് കേട്ട് നിങ്ങളുടെ ഐഡിയ നശിപ്പിക്കല്ലേ എന്ന് അതീവ പ്രസംഗിച്ചു. അങ്ങനെ ആ വീട്ടിൽ പോയി ചായ കുടിച്ച് പുറത്തേക്ക് ആ കുടുംബം പാട്ടൊന്നും ചെയ്തിട്ടുണ്ടാകും. ചെറിയ മകൾ, ചെറിയ 2-3 വയസ്സുള്ള മകൾ പറഞ്ഞു, വാപ്പാ ഇന്ന് രാവിലത്തെ പുതുവയിൽ ഖതീബ് പറഞ്ഞത് കേട്ടിട്ടില്ലേ, മ്യൂസിക് പാടില്ലായിരുന്നു. അപ്പൊ വാപ്പ പറഞ്ഞു, പെരുന്നാളിൽ ചെറുതാക്കി വെക്കാം, സൗണ്ട് കുറച്ചിട്ട് നല്ല കേൾക്കാം. ആ കുട്ടി പറഞ്ഞല്ലോ, നിങ്ങൾ പോയിക്കോളൂ, ഞാനില്ലായി വാഹനത്തിലുണ്ട്. ആ 3 വയസ്സുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാത്തമായ ഒരു ആദർശം വർഷങ്ങളോളം കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത, അല്ലാഹുവിന്റെ റസൂൽ പാടി എന്ന് പറഞ്ഞ തോന്നിയാസങ്ങളിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസം തന്നെ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, മരണാശയിൽ കിടക്കുന്നവരുണ്ട്. അവർ മരിച്ചിട്ടില്ല, അവരെല്ലാം കേൾക്കുന്നുണ്ട്, അവർക്ക് റീപ്ലൈ പറയാൻ കഴിയുന്നില്ല. ആ പിതാവിന്റെ മക്കളെ തെറ്റുവെത്താറുണ്ട്, അവർക്ക് മരുന്ന് കൊടുക്കാറുണ്ട്, പിതാക്കന്മാരെ ശുശ്രൂഷിക്കാറുണ്ട്. അവർക്കൊന്നും
ഇന്നത്തെ ഈ മുസല്ലയിൽ അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. തക്ബീർ ചൊല്ലുന്ന സമയത്ത് എന്റെ മനോഹരമായി കൊല്ലങ്ങളോളം ഒന്നാം സഫിലിരുന്ന് തക്ബീർ മുടക്കിയ ആളുകൾ സംസാരശേഷി നഷ്ടപ്പെട്ട് വീടുകളിൽ കിടക്കുകയാണ്. ഒരുപാട് സമുച്ചയങ്ങൾക്ക് സ്ഥാപകരായി മാറിയുള്ള ആളുകൾ ഇന്ന് നിരാനന്ദരായി, നിഷ്ക്രിയരായി, നിശബ്ദരായി വീടുകളിൽ കിടക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തന്ന ആരോഗ്യം, നമുക്ക് തന്ന സമ്പാദ്യം, നമുക്ക് തന്ന സമ്പത്ത്, നമുക്ക് തന്ന മക്കൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള തീരുമാനം ഈ മുസല്ലയിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഈമാൻ നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. എല്ലാവരുടെ അപകടങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ കൊണ്ട് അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ. തിന്മ ചെയ്തു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ തട്ടിമാറ്റുമാറാവട്ടെ. അയൽവാസികളോടും കുടുംബക്കാരോടും നല്ല നിലയിൽ പെരുമാറാനുള്ള സത്സ്വഭാവം അല്ലാഹു നമുക്കെല്ലാവർക്കും നിലനിർത്തി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ഇതര രാജ്യങ്ങളിലുള്ള മുസ്ലിംമാർ, ഇതര രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, നമ്മുടെ അയൽവാസികൾ, നമ്മളുടെ രക്തബന്ധുക്കൾ, നമ്മളുടെ പ്രിയപ്പെട്ട പിതാവ്, നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മയും നാം സ്വർഗത്തിലെത്തേണ്ടതുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ എല്ലാം കൊടുത്തുകൊണ്ട് അവരെ സ്വർഗത്തിലാക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആവശ്യം ബാംഗ്ലൂരിലെ ഈ കത്തിച്ചൊലിച്ചു നിൽക്കുന്നത് അതിന്റെ വലിയ മന്ദിരങ്ങളും മസ്ജിദുകളും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു സമുദായം എല്ലാ നാട്ടിലും നിലനിൽക്കുന്നത് അവിടുത്തെ മദ്രസ സംവിധാനത്തിലൂടെയാണ്. ബാംഗ്ലൂരിലെ PTM-ൽ നമ്മുടെ മസ്ജിദിൽ മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇതര വിദ്യാഭ്യാസങ്ങൾ നൽകിക്കോളൂ. അവർ ഹലാലായി സമ്പാദിക്കാൻ വേണ്ടി, ഭൗതികമായ ഏതൊരു ഹലാലായി സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ചോളൂ. ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിഗ്രിയും നമ്മുടെ മക്കളികൾ പഠിപ്പിച്ചു കൊടുക്കരുത്. അവരതിൽ പെട്ടുപോയാൽ, അവർ പലിശ വാങ്ങുന്നവരായാൽ, അവർ വ്യഭിചരിക്കുന്നവരായാൽ, അവർ തോന്നിവാസങ്ങൾ നടത്തുന്നവരായാൽ അതിന് കൊടുത്ത വിദ്യാഭ്യാസം ആരാണ് നിങ്ങൾ ചേർത്ത് കൊടുത്തതിന്റെ പാപം മാതാപിതാക്കളെ നമ്മൾക്ക് വരും. മദ്രസാ വിദ്യാഭ്യാസം തീർച്ചയായും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ വേണം. ആ മദ്രസയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ച് ക്ലാസുകൾ തുടങ്ങുന്ന സന്ദർഭത്തിൽ നമ്മളുടെ മക്കളെ ചേർത്തിരിക്കുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തുന്നത്. അതോടൊപ്പം ഈ ദിവസങ്ങളിലേക്കെല്ലാം ഒരുപാട് ചെലവുകളും പണച്ചെലവുകളുമുള്ള ഒരു സംവിധാനമാണ് മുസല്ലി. അതിൽ കമ്മിറ്റികൾക്ക് ഒരുപാട് ചെലവുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും അതിന്റെ പ്രതിഫലം വേണം. ഏതോ പ്രചാരങ്ങൾ കിട്ടിയാൽ പോരാ, നമ്മളൊക്കെ അതിന്റെ ഭാഗമാക്കണം. അതുകൊണ്ട് ഈ മുസല്ലിൽ എഴുന്നേറ്റ് പോകുന്ന ആളുകൾ നമ്മളുടെ ഈ ഇന്നത്തെ ഈദ് കാലത്ത് ചെലവിലേക്കുള്ള ഒരു കളക്ഷൻ ഉണ്ട്. അതിന് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു രൂപയെങ്കിലും ആ ബക്കറ്റിലേക്ക് ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. ആളുകൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ആവശ്യമില്ലാത്ത ആളുകളാണ്, എല്ലാം ശ്രദ്ധപ്പെട്ട ആൾക്കാരാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അതുപോലെ വ്യക്തികളായ ആളുകളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ ഒരു ദിവസം നമ്മൾ ഇന്നത്തെ ദിവസത്തോടുകൂടി മുന്നോട്ട് പോകണം. അയൽവാസികളായ ആളുകളെ ഭക്ഷണത്തിന് ക്ഷണിക്കണം, ആളുകൾക്ക് സ്നേഹം പങ്കിടണം. നമ്മളുടെ ഉള്ളിൽ വയ്ക്കുന്ന മാംസം കുടുംബക്കാരിൽ എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ യോജിച്ച ഭക്ഷണം കഴിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ നമ്മൾ ക്ഷണിക്കണം. അതിന് നമ്മളോട് പണക്കാരെ മാത്രം നമ്മൾ തിന്നാൻ പോരാ. പാവപ്പെട്ടവരുണ്ടാകണം, മുസാഫിറുകളുണ്ടാകണം, ഫക്കീറുകളുണ്ടാകണം, മിസ്കീനുകളുണ്ടാകണം, യതീമുകളുണ്ടാകണം, അനാഥകളുണ്ടാകണം, അഗതികളുണ്ടാകണം, വിധവകളുണ്ടാകണം, ആരോഗ്യമില്ലാത്തവരുണ്ടാകണം, കടക്കാരുണ്ടാകണം. അങ്ങനെ ഓരോരുത്തരെയും തെരഞ്ഞെടുപ്പിച്ച് നമ്മളുടെ ഭക്ഷണവും നമ്മളുടെ സഹായവും അവരിലേക്ക് എത്തുന്ന തരത്തിൽ നമ്മൾ ഇന്നത്തെ ദിവസവും നാളെയും ഗംഭീരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സുന്ദരമായ മുഹൂർത്തം നിങ്ങൾ നോക്കൂ. ഇന്നാണ് നമ്മൾ നോമ്പ് കൊടുത്തു. എല്ലാം നമ്മൾ പൂർത്തികളിൽ നിന്നാണ് അസലങ്ങളിൽ എല്ലാം പുറത്തു കൊടുക്കുമെന്നാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനുശേഷം മഹത്തരമായ ഈദിന്റെ ദിവസം നമ്മൾ ആരോഗ്യത്തോടുകൂടി നമസ്കരിച്ച് അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാഹി ബിനിഅമതിഹി തുതിമ്മു സ്സാലിഹാത്ത്. ഏറ്റവും ചുരുങ്ങിയത് മനം തുറന്ന് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഈ ഈദുൽ അദ്ഹ ആഘോഷിക്കാൻ ഇവിടെ സജ്ജീകരണമാകാൻ എനിക്ക് ആരോഗ്യം നൽകിയ, കൈകാര്യം നൽകിയ, സമയവും സന്ദർഭവും ദീനും നൽകിയതാകാം. നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്തും ചൊല്ലിയിട്ടല്ലാതെ നമ്മൾ ഇവിടെ പിരിഞ്ഞു പോകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ ഈ സുന്ദരമായ സുദിനം വരുന്ന സമയത്ത് അടുത്ത മണിക്കൂറുകളിൽ പാട്ട് പാടിക്കോളൂ. മ്യൂസിക് വേണ്ട, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് പാടിക്കോളൂ. മ്യൂസിക് നമുക്ക് ആവശ്യമില്ല. DJ സൗണ്ടുകളും RGB ലൈറ്റുകളും
നമുക്ക് പാടിക്കപ്പെടാതെ പ്രിയപ്പെട്ടവർ പരലോകം മറന്നുപോകും. അതുകൊണ്ട് ഉപ്പാവ പാടട്ടെ, പാപ്പ പാടട്ടെ, ഉമ്മ പാടട്ടെ, മക്കളെല്ലാം ഒന്നിച്ചിരുന്ന് സന്തോഷത്തിന്റെ ശീലമാക്കുക. ഒരു തെറ്റും വരുന്നില്ല എന്ന് കാവൽക്കാരായ മാതാപിതാക്കളും മുതിർന്ന സഹോദരങ്ങളും മക്കളും ശ്രദ്ധിക്കുക. അത്തരത്തിൽ നീതി മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب دعوات يا قابل الحاجات. اللهم انا نسالك الجنه ونعوذ بك من النار. اللهم انصر الاخوان المسلمين في غزه. اللهم انصر الاخوان المسلمين في غزه. اللهم انصر الاخوان المسلمين في فلسطين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم صل على محمد وعلى ال محمد. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته. عيدكم مبارك. تقبل الله منا ومنكم صالح الاعمال. والسلام عليكم ورحمه الله وبركاته.